ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ മീഡിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അത് ഓരോന്നുമായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഇമ്പയർമെന്റ് ഇൻ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരു ട്രാൻസ്മിഷൻ മീഡിയ വഴി ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ അയക്കുന്ന സിഗ്നൽ ആവണമെന്നില്ല അതിന്റെ എൻഡിൽ എത്തിച്ചേരുന്നത്. അതായത് ഇമ്പയർമെന്റ്സ് സംഭവിക്കാം. ഇമ്പയർമെന്റ്സിന് പല കാരണങ്ങളുണ്ട്. മെയിൻ ആയിട്ട് 3 റീസൺസ് ആണ് വരുന്നത്: അറ്റന്യൂവേഷൻ, ഡിസ്റ്റോഷൻ ആൻഡ് നോയ്സ്. ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് അറ്റന്യൂവേഷൻ ആയിരുന്നു. അറ്റന്യൂവേഷൻ ഈസ് സിംപ്ലി ലോസ് ഓഫ് എനർജി. അതായത് ഒരു സിഗ്നല് അത് സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആവാം. അതൊരു മീഡിയം വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ മീഡിയത്തിന്റെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് അതിന്റെ എനർജി കുറച്ച് ലോസ് ആവും. അതുകൊണ്ടാണ് ഇലക്ട്രിക് സിഗ്നൽസ് ക്യാരി ചെയ്യുന്ന വയേഴ്സ് കുറച്ച് സമയത്തിന് ശേഷം അതങ്ങോട്ട് വാം ആയി തീരുന്നത്. അതായത് നമ്മൾ അയക്കുന്ന സിഗ്നലിലെ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഈ ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഇല്ലസ്ട്രേഷൻ നോക്കൂ. അതായത് ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്. അതിന്റെ പോയിന്റ് 1 നമ്മൾ നോക്കുമ്പോൾ ഒറിജിനൽ സിഗ്നൽ ആണ് കാണുന്നത്. പോയിന്റ് 2 അത് അറ്റന്യൂവേറ്റഡ് ആയിട്ട് തീരുന്നതായിട്ട് കാണാം. ദെൻ വാട്ട് വി ഡു, വി യൂസ് ആൻ ആംപ്ലിഫയർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് എനർജി. എന്ത് ചെയ്യാണ്? ദെൻ പോയിന്റ് 3 നമ്മൾ ആംപ്ലിഫൈഡ് സിഗ്നൽ ആണ് റിസീവ് ചെയ്യുന്നതായിരിക്കുക. ഓക്കെ, അറ്റന്യൂവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്. അതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഡെസിബലിലാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് ബ്രാക്കറ്റ്സിൽ ഡെസിബൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് അറ്റന്യൂവേഷന്റെ യൂണിറ്റ് ഡെസിബൽസ് ആണ്. അറ്റന്യൂവേഷൻ ഈസ് ഈക്വൽ ടു 10 into log P out ഡിവൈഡഡ് ബൈ P in എന്നാണ് വരിക. ഓക്കെ, അതായത് ഫസ്റ്റ് പോയിന്റിലെ പവർ അതാണ് P in എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻഡിലെ അതായത് ബിഗിനിങ്ങിലെ പവറിനെയാണ് P in എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഡില് റിസീവ് ചെയ്യുന്ന എൻഡിലെ പവറാണ് ഏത്? പോയിന്റ് 2 അല്ലെങ്കിൽ പോയിന്റ് 3 നമ്മുടെ കേസിൽ പോയിന്റ് 3 കേട്ടോ. ആ ഒരു പവറാണ് P out എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് അറ്റന്യൂവേഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജിന്റെ ടേംസിലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വോൾട്ടേജിന്റെ ടേംസിൽ എന്ന് പറയുമ്പോൾ ഇത് എഴുതേണ്ടത് 20 log V2 by V1 to the base 10 എന്നാണ് എഴുതേണ്ടത്. അതില് V2 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അറ്റ് ദ റിസീവിങ് എൻഡും V1 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അറ്റ് ദ സെൻഡിങ് എൻഡും അതാണ് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. 10 log P out by P in to the base 10. ഓക്കെ, അറ്റന്യൂവേഷൻ പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഫിസിക്കൽ മീഡിയാസ് ഉണ്ടല്ലോ, അതിനകത്ത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഉണ്ടല്ലോ, അതിനകത്ത് ലീസ്റ്റ് അറ്റന്യൂവേഷൻ ആയിരിക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. പക്ഷേ ഇൻ കേസ് ഓഫ് കോപ്പർ കേബിൾസ് ഹയർ അറ്റന്യൂവേഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അറ്റന്യൂവേഷനും നോയ്സും ആയിട്ട് കൺഫ്യൂസ് ആവാതെ നോക്കണം. അറ്റന്യൂവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സിഗ്നൽ വീക്കനിങ് ആണ്. ഓക്കെ, ലോസ് ഓഫ് എനർജി കാരണം കൊണ്ട് സിഗ്നൽ വീക്കായി പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഇന്റർഫിയറൻസ് ഒന്നും അല്ല, നോയ്സും അല്ല. ഓക്കെ, സെക്കൻഡ് റീസൺ ഫോർ ഇമ്പയർമെന്റ് ഈസ് ഡിസ്റ്റോഷൻ. ഡിസ്റ്റോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് മീൻസ് സിഗ്നൽ ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഓർ ഷേപ്പ്.
ഓക്കെ, സിഗ്നൽ അതിന്റെ ഫോമോ ഷേപ്പോ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുക യൂഷ്വലി കോമ്പോസിറ്റ് സിഗ്നൽസിലാണ്. ഈ കോമ്പോസിറ്റ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ഓരോ സിഗ്നൽ കോമ്പണന്റും, ഈ കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് കോമ്പണന്റ്സ്, അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കോമ്പോസിറ്റ് സിഗ്നൽസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സിഗ്നൽ കോമ്പണന്റിനും അതിൻ്റെതായിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ ഈ മീഡിയം വഴി സെൻഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് അവിടെ ഡെസ്റ്റിനേഷനിൽ റിസീവർ എൻഡിൽ എത്തിച്ചേരുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിലേ കാരണം എന്ത് സംഭവിക്കും, റിസീവ് ചെയ്യുന്ന കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അതായത് അതിന്റെ ഫോമിലോ ഷേപ്പിലോ ചെറിയൊരു ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അറ്റന്വേഷന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമുല പറഞ്ഞായിരുന്നു, പക്ഷെ അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയൊന്നും ഡിസ്റ്റോർഷന്റെ കേസിൽ വരുന്നില്ല. ഡിസ്റ്റോർഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഫുറിയർ സീരീസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഫുറിയർ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ഇവാലുവേറ്റ് ഹൗ ഫ്രീക്വൻസി കോമ്പണൻസ് ആർ ഓൾട്ടേർഡ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്റ്റോർഷൻ ഉണ്ട്. ലൈക്ക് ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ ഉണ്ട്, അതുപോലെ ഫേസ് ഡിസ്റ്റോർഷൻ ഉണ്ട്, ഡിലേ ഡിസ്റ്റോർഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്കായി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഡിസ്റ്റോർഷൻ ജനറലി സംഭവിക്കുന്നത് ഗൈഡഡ് മീഡിയയിലായിരിക്കും. ഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊയാക്സിയൽ കേബിൾസ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ഓക്കെ, അതിലൊക്കെയാണ് ഡിസ്റ്റോർഷൻ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു സിഗ്നൽ നോക്കിയാൽ അറിയാം, അതായത് ഇതാണ് നമ്മുടെ സെന്ററിന്റെ എൻഡിലുള്ള കോമ്പോസിറ്റ് സിഗ്നൽ, ഇത് റിസീവറിന്റെ എൻഡിലുള്ള കോമ്പോസിറ്റ് സിഗ്നൽ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഷേപ്പ് മാറിയത് കണ്ടു. അതായത് ഓവർലാപ്പിംഗ് ഓഫ് ബിറ്റ്സ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ബിറ്റ് സ്മിയറിംഗ് എന്നാണ് അതിന് പറയാ, ബിറ്റ് സ്മിയറിംഗ്. അതായത് ബിറ്റ് എറേഴ്സ് സംഭവിക്കും. ഇനി ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈക്വലൈസേഴ്സ് യൂസ് ചെയ്യുക, ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മോഡുലേഷൻ ടെക്നിക്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അതുവഴി നമുക്ക് സിഗ്നൽ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തേർഡ് റീസൺ ഫോർ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോയ്സ് ആണ്. നോയ്സ് ആൻഡ് ഇന്റർഫിയറൻസ്. നോയ്സ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഓക്കെ, ഇത് എന്ത് ചെയ്യും, ഡിസ്ട്രപ്റ്റ്സ് ഓർ ഓൾട്ടേഴ്സ് ദ ഒറിജിനൽ ഡേറ്റ സിഗ്നൽ എപ്പോ, ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഇനി ഇന്റർഫിയറൻസ് നോയ്സും ഡിഫറെന്റ് ആണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ നോയ്സ് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണെങ്കിൽ ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡിസ്ട്രപ്ഷൻ ആണ്. ഓക്കെ, ലൈക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, അതൊക്കെയാണ് ഇന്റർഫിയറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി ഇവിടെ നോക്കൂ, ഒരു 0.1 ഉണ്ട്, 0.2 ഉണ്ട്, രണ്ടിന്റെ ഇടയിൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയം വരുന്നുണ്ട്. നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മീൻവെൽ എന്ത് സംഭവിക്കുന്നു, കുറച്ച് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കാരണം അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് കാരണം എന്ത് സംഭവിക്കുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൽ ചേഞ്ച് സംഭവിക്കുന്നു, അല്ലെ, ഡിസ്ട്രപ്ഷൻ സംഭവിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സസ് ഉണ്ട്. തെർമൽ നോയ്സ് ഒരു ടൈപ്പ് ഓഫ് നോയ്സ് ആണ്. തെർമൽ നോയ്സ് എന്ന് പറയുമ്പോൾ റാൻഡം ഇലക്ട്രോൺ മൂവ്മെന്റ് കാരണം വരുന്ന നോയ്സ് ആണ്. എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഈ പറയുന്ന തെർമൽ നോയ്സ് പ്രസന്റ് ആയിരിക്കും. അനദർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രോസ് ടോക്ക്, അതായത് ഇന്റർഫിയറൻസ് ഫ്രം അഡ്ജസന്റ് വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ്, അതിനെയാണ് നമ്മൾ ക്രോസ് ടോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇമ്പൾസ് നോയ്സ് ഉണ്ട്, സ്വിച്ചിങ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഫോൾട്ടി എക്യുപ്മെന്റ്, ഇതൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഷോർട്ട് ബേർസ്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് നോയ്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ഇന്റർമോഡുലേഷൻ നോയ്സ്, അതായത് മൾട്ടിപ്പിൾ സിഗ്നൽസ് എന്ത് ചെയ്യാണ്, ഒരു സെയിം മീഡിയം തന്നെ ഷെയർ ചെയ്യുമ്പോൾ ഈ മൾട്ടിപ്പിൾ സിഗ്നൽസിന്റെ ഇന്ററാക്ഷൻ വഴി ഉണ്ടാവുന്ന നോയ്സിനെയാണ് നമ്മൾ ഇന്റർമോഡുലേഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഫോർമുല പഠിക്കാനുണ്ട്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. ദിസ് ഈസ് എ കീ മെട്രിക് ദാറ്റ് ക്വാണ്ടിഫൈസ് ദ ക്വാളിറ്റി ഓഫ് ദ സിഗ്നൽ ഓവർ നോയ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിമ്പിൾ ആണ്.
അതായത് ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് പവർ. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ ആവറേജ് എടുക്കുന്നതിന് കാരണം എന്താ? ആവറേജ് എടുക്കുന്നതിന് കാരണം അത് ഇറ്റ് മേ ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സിഗ്നലിന്റെ പവർ ആണെങ്കിലും നോയ്സിന്റെ പവർ ആണെങ്കിലും അതിന്റെ ആവറേജ് എടുക്കുന്നത്. ഓക്കെ, ഈ SNR എന്ന് പറയുന്നത് രണ്ട് പവേഴ്സിന്റെ റേഷ്യോ ആണ് അല്ലെ? ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് പവർ. രണ്ട് സിഗ്നൽസിന്റെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡെസിബൽ യൂണിറ്റ്സിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ SNR ഇൻ dB എന്ന് പറഞ്ഞാല് 10 log P സിഗ്നൽ ഡിവൈഡഡ് ബൈ P നോയ്സ് ടു ദ ബേസ് 10. അതായത് ഈ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്, ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് പവർ. അതാണ് ഈ P സിഗ്നലും P നോയ്സും. സിഗ്നൽ പവറും നോയ്സ് പവറും എന്ത് ചെയ്യാണ്? അതിന്റെ ലോഗ് എടുക്കാണ്. ടു ദ ബേസ് 10 ഇൻറ്റു 10 ചെയ്താൽ മതിയാവും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ഡെസിബലിന് നമുക്ക് കിട്ടും. ഇൻ കേസ് പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. സൗണ്ട് ടു നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിഗ്നൽ പവറിന്റെയും നോയ്സ് പവറിന്റെയും റേഷ്യോസ് ആണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ അറ്റന്യൂവേഷന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റിസീവർ എൻഡിലും ട്രാൻസ്മിറ്റർ എൻഡിലും ഉള്ള പവറാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, രണ്ടും ഡെസിബലിൽ തന്നെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്, അത് ഓർത്തു വെക്കുക. ഫിസിക്കൽ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ഫസ്റ്റ് സബ് ടോപ്പിക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഇമ്പയർമെന്റ് പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നെക്സ്റ്റ് സബ് ഹെഡിങ്ങിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ, അതായത് ട്രാൻസ്മിഷൻ ഇമ്പയർമെന്റ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഇതിന്റെ രണ്ടാം ഭാഗവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.